ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൈത്തൺ ഇൻഹെറിറ്റൻസിനെ പറ്റിയിട്ടാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പൈത്തൺ ക്ലാസ്സിനെ ഒബ്ജക്ട്സിനെയൊക്കെ പറ്റി പഠിച്ചിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ളത് കവർ ചെയ്യും. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്: എന്താണ് സൂപ്പർ ഫംഗ്ഷൻ? പൈത്തണിനകത്ത് ഒരു സൂപ്പർ ഫംഗ്ഷൻ എന്നൊന്നുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അപ്പൊ പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ പൈത്തണിനകത്ത് ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആണ്. ഇൻഹെറിറ്റൻസ് എന്താന്ന് വെച്ചാൽ മിനിമം 2 ക്ലാസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ്. ഒരു പേരന്റ് ക്ലാസ് കാണും, ഒരു ചൈൽഡ് ക്ലാസ് കാണും. ഓക്കെ, പേരന്റ് ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസിനെയും മെത്തേഡ്സിനെയും ഇൻഹെറിറ്റ് ചെയ്ത് ചൈൽഡ് ക്ലാസ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ്. പലതരത്തിൽ ഇൻഹെറിറ്റൻസ് അപ്ലിക്കബിൾ ആണ്. അതിനകത്ത് ബേസിക്കലി 3 ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഈ 3 പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, പലതരത്തിലുണ്ട്. നമുക്ക് ഈ 3 കവർ ചെയ്യാം. ഇപ്പൊ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഒരു പേരന്റ് ക്ലാസ്സും ഒരു ചൈൽഡ് ക്ലാസ്സും. ഈ പേരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ചൈൽഡ് ക്ലാസ് അക്വയർ ചെയ്യുന്നതിനെയാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മൾട്ടി ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ ഇൻവോൾവ് ആവും. അതായത് പേരന്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ചൈൽഡ് ക്ലാസ് അക്വയർ ചെയ്യും. ആ ചൈൽഡ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് മറ്റൊരു ക്ലാസ് അക്വയർ ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് പോകുന്നതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പേരന്റ് ക്ലാസ് ഇൻവോൾവ് ആയിട്ട് ഒരു ചൈൽഡ് ക്ലാസ് ഈ ഒന്നിൽ കൂടുതൽ പേരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ അക്വയർ ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി 3 കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത്രയും ഇൻഹെറിറ്റൻസിനെ പറ്റി പറയാം. ചിലപ്പോൾ ഹൈറാർക്കിക്കലോ ഹൈബ്രിഡോ കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഇൻഹെറിറ്റൻസിന്റെ ഒരു പ്രധാന കാര്യം, ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റിന് പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ എന്താണെന്നറിയോ? റീയൂസബിലിറ്റി എന്നുള്ളത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് കോഡ് റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്നത് ഒഴിവാക്കി ഒരിടത്ത് എഴുതിയ കോഡിനെ റിപ്പീറ്റഡ് ആയിട്ട് ഫംഗ്ഷൻസ് പറയുമല്ലോ നമ്മൾ, അത് കണക്ക് തന്നെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിനെ അക്വയർ ചെയ്ത് മറ്റൊരു ക്ലാസ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കൽ സൈഡിൽ പഠിക്കും. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഇത്രയും കാര്യങ്ങളാണ്. എങ്ങനെ ഒരു ബേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേരന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, എന്താണ് ഇനിൻ ഫംഗ്ഷന്റെ പ്രാധാന്യം ഇതിനകത്ത്, എന്താണ് സൂപ്പർ ഫംഗ്ഷൻ, പ്രൈവറ്റ് മെത്തേഡ്സ് എന്താണ്, എങ്ങനെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും നമുക്ക് ഇൻഹെറിറ്റൻസിനകത്ത് അച്ചീവ് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കാം. ഞാൻ ഓൾറെഡി ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് ഒരു ക്ലാസ് ബേസ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത്. ഒന്നെന്ന് പറയുന്നത് വെഹിക്കിൾ എന്നുള്ള ക്ലാസ്. അതിനകത്ത് ഇനിറ്റിനകത്ത് ഞാൻ ഇയറും ബ്രാൻഡും 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് ഇയറും ബ്രാൻഡും പ്രിന്റ് ചെയ്യാൻ ഒരു ഡിസ്പ്ലേ എന്നൊരു ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം കൈൻഡ് ഓഫ് ഒരു കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സിനകത്തും ഇനിറ്റിനകത്ത് ഇയറും ബ്രാൻഡും ഒരു പ്രോപ്പർട്ടിയും കൂടെ ആഡ് ചെയ്ത് നെയിം എന്നുള്ളത്, എന്നിട്ട് ആ 3 പ്രോപ്പർട്ടീസും പ്രിന്റ് ചെയ്യാൻ ഡിസ്പ്ലേ എന്നൊരു ഫംഗ്ഷൻ ചെയ്തു. അപ്പൊ നമുക്കിപ്പം ഒരു ക്ലാസ് ഇതിനകത്ത് തന്നെ ബേസിക്കലി നിങ്ങൾക്ക് അറിയാലോ, വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ബ്രോഡ് കാറ്റഗറിയാണ്. വെഹിക്കിളിന്റെ അണ്ടറിൽ കാറ് വരാം, മോട്ടോർ സൈക്കിൾ വരാം, ട്രക്ക് വരാം, ബസ് വരാം, അങ്ങനെ പല കാറ്റഗറീസ് വരാം അല്ലെ. അപ്പൊ ഞാൻ ഇപ്പം ഇവിടെ 2 സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ക്ലാസ് ആക്സസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എനിക്ക് വെഹിക്കിൾ ഒരു ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബി ഈക്വൽ ടു എന്ത് ചെയ്യാം? വെഹിക്കിൾ എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ നെയിം ഇയറും ബ്രാൻഡും ആണെങ്കിൽ ഞാനിപ്പോ ബ്രാൻഡ് പാസ് ചെയ്യും. ബ്രാൻഡ് ഈക്വൽ ടു ബ്രാൻഡ് മാരുതി എന്നായിരിക്കട്ടെ. ഇയർ എന്ന് പറയുന്നത് 2008 എന്നുള്ളത് ഞാൻ പാസ് ചെയ്യുന്നത്, 2018 എന്ന് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വി ഡോട്ട് ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യാം. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ബ്രാൻഡ് മാരുതി, ഇയർ 18. ഇതേ കണക്ക് ഇപ്പൊ കാറിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, കാർ എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്? ബ്രാൻഡ്, ഇയർ പ്ലസ് നെയിം. നെയിം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ അൾട്ടോ മെൻഷൻ ചെയ്യുന്നിരിക്കട്ടെ. ഇപ്പൊ വെഹിക്കിളിന് വരെ കാർ ആക്കണം ഒബ്ജക്റ്റ്. അതിനൊരു കാർ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് സി ഡോട്ട് ഡിസ്പ്ലേ. ഓക്കെ, നെയിം എറർ, ബ്രാൻഡ് നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്. എന്താണെന്ന് അറിയാം എറർ വന്നേക്കുന്നത്. ഇവിടെ ഞാൻ നെയിം എന്ന് ആക്സസ് ചെയ്തിരിക്കുന്നത്. അവിടെ എന്ത് യൂസ് ചെയ്യണം? സെൽഫ് ഡോട്ട് നെയിം എന്ന് യൂസ് ചെയ്യണം. സോറി, നമുക്കൊന്നുകൂടെ റൺ ചെയ്യാം.
ഇപ്പം ബ്രാൻഡ് മാരുതി, ഇയർ 2018, നെയിം ഓൾട്ടോ. അപ്പം ഇതിനകത്ത് ഇപ്പൊ രണ്ടിനകത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം മാരുതി വെഹിക്കിൾ എന്ന് പറയുന്നതിനകത്ത് ഞാൻ 2 പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്തിരുന്നു, ഇയർ, ബ്രാൻഡ്. ആ 2 പ്രോപ്പർട്ടീസ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് തന്നെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ എന്ന് പറയുന്ന ബ്രോഡ് കാറ്റഗറിയിൽ നിന്ന് കുറച്ച് ഒരു പ്രോപ്പർട്ടി എക്സ്ട്രാ ആഡ് ചെയ്ത് കാർന്ന് മറ്റൊരു ക്ലാസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് സെപ്പറേറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്തിനെ ആക്സസ് ചെയ്യാം, ഈ വെഹിക്കിൾ എന്നുള്ള ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ, ഈ ഫംഗ്ഷനെ അക്വയർ ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണൽ വേണ്ടുന്ന കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കാണ്, അല്ലെ കൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ കാർ എന്നുള്ള ക്ലാസ്സിന് വെഹിക്കിളിനെ ഇൻഹെറിറ്റ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക, അതിനകത്ത് വെഹിക്കിൾ എന്നുള്ള പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹെറിറ്റ് ആവോ? ഇനിയും ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇപ്പോഴും സെപ്പറേറ്റ് ആണ് ഇരിക്കുന്നത്. ഞാൻ ഇത് ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യാം. ഓക്കെ, റൺ ചെയ്യാം. ഇപ്പൊ കാറിന്റെ മാത്രമാണ് പ്രിന്റ് ആവുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഇത് പാസ് ചെയ്ത് കൊടുത്ത് ഞാൻ ഇവിടെ ഈ വേരിയബിൾ ഡിക്ലറേഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് ഞാൻ ആ പേരന്റ് ക്ലാസിന്റെ, വെഹിക്കിൾ എന്നുള്ള പേരന്റ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഇപ്പൊ ഞാൻ ഇത് റിമൂവ് ചെയ്തെന്നിരിക്കട്ടെ, ഇത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്ത്. ഓക്കെ, ഇനിറ്റ് ചെയ്യുന്നില്ല, നെയിം മാത്രം മെൻഷൻ ചെയ്തു. വെഹിക്കിൾ അക്വയർ ചെയ്തിട്ടുണ്ടല്ലോ. ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. എറർ വരുന്നത് എന്താ? ഒബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് ബ്രാൻഡ്. ഈ ഒബ്ജക്റ്റിനകത്ത് ഈ ബ്രാൻഡ് എന്നുള്ള ആട്രിബ്യൂട്ടിന് എന്താണെന്ന് പോലും അറിയില്ല. ഇവിടെ നമ്മൾ ആക്സ് ചെയ്ത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബ്രാൻഡ് ഇയർ നമ്മളെ പേരന്റ് ക്ലാസ്സിലുണ്ട്, പേരന്റ് വെഹിക്കിൾ ആണ്. അപ്പൊ ആ ബ്രാൻഡിലെ ഇയറിലോട്ട് പാസ് ചെയ്ത് കൊടുക്കണം. ഒന്നാമത് ഇനിഷ്യലൈസ് ചെയ്യണം. ഇവിടെ ഇനിറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് കയറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഹിക്കിളിന്റെ ഇനിറ്റിനെ ഇവിടെ ഓവർ റൈഡ് ചെയ്ത് പോകും ഈ ഇനിറ്റ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെഹിക്കിളിന്റെ ഇനിറ്റിനെ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. അതിനെന്ത് ചെയ്യാം? ബ്രാൻഡിനകത്തോട്ട് എന്നുള്ളതിനകത്തോട്ട് ബ്രാൻഡിന്റെ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇയറിന് ഇയർ എന്നുള്ള പാരാമീറ്ററിന്റെ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ സെൽഫും പാസ് ചെയ്യണം. നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ജസ്റ്റ് റൺ ചെയ്യാം. ടു റിക്വയർഡ് ആർഗ്യുമെന്റ് ബ്രാൻഡ് ആൻഡ് ഇയർ. ബ്രാൻഡ്, ഇയർ എല്ലാം പ്രിന്റ് ആയില്ലേ? മാരുതി ഇയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇവിടെ ഇല്ല. ഈ കാർ എന്ന ക്ലാസ്സിനകത്ത് ബ്രാൻഡ് ഇയറും ഇല്ല. ബ്രാൻഡ് ഇയർ എവിടെ നിന്നാണ് നമ്മൾ അക്വയർ ചെയ്തേക്കുന്ന? വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന്. അപ്പൊ ഇതൊരു സിംഗിൾ ഇൻഹെറിറ്റൻസ്, കാരണം ഒരു 2 ക്ലാസ് ഇൻവോൾവ് ആണ്. ഒരു പേരന്റ് ക്ലാസ്, ഇപ്പൊ ക്ലാസ് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്ത് ക്ലാസ് ആണ്? പേരന്റ് ക്ലാസ് ആണ്. അത് എന്ത് കാർ എന്ന് പറയുന്ന ക്ലാസ് അതിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ചൈൽഡ് ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, ഇതിനെ ബേസ് ക്ലാസ് എന്ന് പറയാം, ഇതിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയാം. അപ്പൊ കാർ എന്ന് പറയുന്നത് വെഹിക്കിൾ എന്നുള്ളതിന്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്ത് ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ് അല്ലെ? ഏതൊക്കെ പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ട്? നെയിം, ബ്രാൻഡും ഇയർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ 2 ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ, ഇവിടെയും ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഡിസ്പ്ലേ അങ്ങ് കമന്റ് ചെയ്യാന്നിരിക്കട്ടെ. ജസ്റ്റ് കമന്റ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ബ്രാൻഡും ഇയറും പ്രിന്റ് ആയി. അതായത് ഇവിടുത്തെ ഡിസ്പ്ലേ ഫംഗ്ഷൻ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പം കാർ എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് പേരന്റ് ക്ലാസിന്റെ ഫംഗ്ഷൻസിനെയും മെത്തേഡ് പ്രോപ്പർട്ടീസ്, ഇയർ എന്ന് പറയുന്ന പേരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടി അല്ലേ, ബ്രാൻഡ് എന്ന് പറയുന്ന പേരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടി, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഇവിടെ അങ്ങനെയല്ലേ ഞാൻ ചെയ്തിരുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേ വർക്ക് ആകുമ്പോഴത്തേക്ക് മുകളിലത്തെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്തല്ലേ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഇവിടെയും ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെയും ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ ഏതിനാ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഈ ചൈൽഡ് ക്ലാസിന്റെ ഡിസ്പ്ലേ ഫംഗ്ഷൻ ആണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നതെന്ന് അറിയും? മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അതായത് പേരന്റ് ക്ലാസിന്റെ ഒരു മെത്തേഡ് ഡെഫിനിഷൻ ചേഞ്ച് ചെയ്ത് ചൈൽഡ് ക്ലാസ്സിനകത്ത് യൂസ് ചെയ്യുന്നതിനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും ആ മെത്തേഡ് മെൻഷൻ ചെയ്യുന്ന ആ മെത്തേഡിന്റെ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇത് എന്ത് കൺസെപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പോളിമോർഫിസം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പൊ പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്ന 2 മെത്തേഡുകൾ, മെത്തേഡ് ഓവർലോഡിങ്, മെത്തേഡ് ഓവർ റൈഡിങ് യൂസ് ചെയ്ത്. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്ത്? മെത്തേഡ് ഓവർ റൈഡിങ് യൂസ് ചെയ്ത്. മെത്തേഡ് ഓവർലോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മെത്തേഡിന് തന്നെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യും, ഡിഫറെന്റ് സമയത്ത് ഡിഫറെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് മെത്തേഡ് ഓവർ ലോഡിങ് എന്ന് പറയുന്നത്. ഇത് മെത്തേഡ് ഓവർ റൈഡിങ്. ഓക്കെ,
അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു പേരന്റ് ക്ലാസ്. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും ആ പറയുന്ന പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. ആ ഫംഗ്ഷൻസ് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഫംഗ്ഷൻ ഓവർ റൈഡിങ് വേണ്ട ഡിസ്പ്ലേ കാർ എന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ നെയിം മാത്രം പ്രിന്റ് ചെയ്താൽ മതി, ഡിസ്പ്ലേ. ഇപ്പോൾ സി ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം പ്രിന്റ് ചെയ്യും. ഇനി അടുത്ത പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ കാർ എന്നുള്ളത് അതിനകത്ത് മാത്രം വന്ന പ്രോപ്പർട്ടീസ് പ്രിന്റ് ചെയ്താൽ ഡിസ്പ്ലേ കാർ പ്രിന്റ് ചെയ്യും. അപ്പോൾ എന്താ, ഇനി ബ്രാൻഡും ഇയറും പേരന്റിൽ നിന്ന് പ്രിന്റ് ചെയ്ത് നെയിം എന്നുള്ളത് ചൈൽഡിൽ നിന്ന് പ്രിന്റ് ചെയ്ത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്, സിംഗിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ എന്താണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്ലാസ്സിന് എന്ത് നെയിം കൊടുക്കാം? ഇപ്പൊ ഇവിടെ തന്നെ ഇവിടുത്തെ കണക്ക് തന്നെ മൾട്ടി ലെവൽ ആകുമ്പോൾ ചൈൽഡ് ക്ലാസ്. അപ്പൊ ഞാൻ വേറൊരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ പെർട്ടിക്കുലർലി നമുക്ക് എന്ത് ചെയ്യാം, കാർ എന്ന് പറയുന്നതിന്റെ ഇപ്പൊ കാർ, ഇപ്പൊ ഞാൻ നെയിം മെൻഷൻ ചെയ്ത് മാരുതി. മാരുതി എന്നൊരു പെർട്ടിക്കുലർ കാറിന് വേണമെങ്കിൽ നമുക്ക് ഒരു ബ്രാൻഡിന് വേണമെങ്കിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പൊ SUV, സെഡാൻ, ഹാച്ച് ബാക്ക് അങ്ങനെ പറയുന്ന കാറ്റഗറൈസേഷൻ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യും. ഇതിപ്പോ SUVക്ക് മാത്രമുള്ള പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് ആണ്. SUV എന്തിനെ ഇൻഹെറിറ്റ് ചെയ്യണം, ഇപ്പൊ വെഹിക്കിളിനെ തന്നെ ഇൻഹെറിറ്റ് ചെയ്ത് ഒരു പ്രോപ്പർട്ടീസും കൂടെ ആഡ് ചെയ്യുവാന്നിരിക്കട്ടെ, ഡിസ്പ്ലേ SUV. ഞാൻ നെയിമും ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കൈൻഡ് എന്നൊരു ഒരെണ്ണം പാസ് ചെയ്യുന്നു. സെൽഫ് ഡോട്ട് കൈൻഡ് എന്നുള്ളതിന് കൈൻഡ് എന്ന് കൊടുക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് പാസ് ചെയ്യാം. ഇപ്പോൾ ഈ SUV ആക്സസ് ചെയ്യണമെങ്കിൽ SUV വെഹിക്കിളിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്, നെയിമും കൈൻഡും ഉണ്ട് SUVക്കകത്ത്. ഞാൻ എന്ത് ചെയ്യാം, കൈൻഡ് എന്നൊരു പാസ് ചെയ്ത് കൊടുക്കാം. കൈൻഡ് ഈക്വൽ ടു സം വാല്യൂ. ഓക്കെ, ഡിസ്പ്ലേ കാർ. ഇപ്പം വെഹിക്കിളിനെയാണെന്നല്ലോ അക്യൂർ ചെയ്തിരിക്കുന്നത്, ഡിസ്പ്ലേ SUV ആവും കാർ എന്നുള്ളത്. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോഴും ഓൾട്ടോ നെയിം എന്നുള്ളതല്ല, നമുക്ക് കൈൻഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യണം. കൈൻഡ് എന്നുള്ള പ്രിന്റ് ചെയ്യണം. റൺ ചെയ്യാം. ഇപ്പൊ കൈൻഡ് സം വാല്യൂ എന്നുള്ളത് പ്രിന്റ് ചെയ്ത്, അതായത് ഇപ്പോഴും നമ്മൾ SUV എന്ന് പറയുന്ന വെഹിക്കിളിനെ തന്നെ. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കേട്ടോ, വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിനെ കാർ എന്നുള്ളതും SUV എന്നുള്ളതും രണ്ടും ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഒരു റൂട്ട് എന്ന് പറയുന്ന വെഹിക്കിൾ ഉണ്ട്, കാർ ഇൻഹെറിറ്റ് ചെയ്ത് വെഹിക്കിൾ ഇൻഹെറിറ്റ് ചെയ്ത്. ഇതൊരു ഹൈറാർക്കി. നമ്മൾ ഇപ്പൊ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് വേണമെങ്കിൽ എന്ത് വേണം, ഈ ക്ലാസ് SUV എന്നുള്ളതിനെ കാർ ഇൻഹെറിറ്റ് ചെയ്യണം. കാറിനകത്ത് ഇപ്പൊ ഞാനിവിടെ കാർ എന്നുള്ള ഫംഗ്ഷൻ വെഹിക്കിൾ എന്നുള്ളതല്ല ഇനിറ്റ് ചെയ്യേണ്ട, കാർ ഇനിറ്റ് ചെയ്യണം. കാറിനകത്ത് ഒരു പെർട്ടിക്കുലർ തേർഡ് പാരാമീറ്ററും കൂടെ പാസ് ചെയ്യാനുണ്ട്, നെയിം ഈക്വൽ ടു നെയിം എന്നുള്ളത്. അത് പാസ് ചെയ്ത് ഇവിടെ നമുക്ക് നെയിം മെൻഷൻ ചെയ്യേണ്ട അന്നേരം ജസ്റ്റ് കൈൻഡ് മാത്രം മെൻഷൻ ചെയ്യുക. പ്രിന്റ് ഡിസ്പ്ലേ കാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം സി ഡോട്ട് ഡിസ്പ്ലേ കാർ, ഡിസ്പ്ലേ SUV. റൺ ചെയ്യാം. ഇപ്പൊ എല്ലാ പ്രോപ്പർട്ടീസും പ്രിന്റ് ആയി. അതായത് ഓരോന്നും ഇപ്പൊ SUV എന്നുള്ളത് കാറിന്, കാർ എന്നുള്ളത് വെഹിക്കിളിന്. അപ്പൊ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ ക്രോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വേണമെങ്കിലോ, ഇപ്പൊ കാറിനകത്ത് ഇപ്പം ഇതിനകത്ത് രണ്ടിനെ ആക്സസ് ചെയ്യുന്നതെന്നിരിക്കട്ടെ, വെഹിക്കിളും കാറിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ, ഡയറക്റ്റ് ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത്. അപ്പൊ ഇവിടെ എന്ത് വേണം, നമ്മള് ഇവിടെ വെഹിക്കിൾ ഇനിഷ്യലൈസ് ചെയ്യണം, വെഹിക്കിൾ ഇനിഷ്യലൈസ് ചെയ്യണം, കാർ ഇനിഷ്യലൈസ് ചെയ്യണം. ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കും, ഫോർ ബേസസ് വെഹിക്കിൾ കാർ കനോട്ട് ക്രിയേറ്റ് എ കൺസിസ്റ്റന്റ് മെത്തേഡ് റെസൊല്യൂഷൻ MRO. ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ വെഹിക്കിളും കാറ്, ഇപ്പൊ ഇതിനെയാണ് ഞാൻ ജസ്റ്റ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി, അതായത് രണ്ട് പേരന്റ് ക്ലാസ് ഒരു ചൈൽഡ് ക്ലാസ് അക്വയർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംപ്ലി ഒരു A, B എന്ന് രണ്ട് പേരന്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു ചൈൽഡ് ക്ലാസ് അക്വയർ ചെയ്യുന്നതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. നമ്മളിപ്പോ നേരത്തെ ചെയ്തിരുന്നത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടെ MRO എന്ന് പറയുന്നത് അതിന്റെ റെസൊല്യൂഷൻ ആണ്. അതായത് ഓരോ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ മെത്തേഡ് ഓവർ റൈഡിങ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ മൾട്ടിപ്പിൾ ക്ലാസ് ഉണ്ടെങ്കിൽ ഏത് ക്ലാസിന്റെ ഏത് പ്രോപ്പർട്ടി എടുക്കണം, ഏത് വാല്യൂ സെറ്റ് ചെയ്യണം എന്നുള്ളത് അതിനകത്ത് വരുന്ന കൺഫ്യൂഷൻ ആണത്. അപ്പം അത് വർക്ക് ആവില്ല ഇവിടെ. നമുക്കിത് ജസ്റ്റ് റൺ ചെയ്യാം. ഇത് വർക്ക് ആവുന്നുണ്ട്. അപ്പം മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഇവിടെ വർക്ക് ആവുന്നുണ്ട്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇനി നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഡിസ്പ്ലേ എന്നുള്ളത് ഫംഗ്ഷൻ തന്നെ ഇതെല്ലാം ഡിസ്പ്ലേ ആക്കിയിരിക്കട്ടെ. അപ്പം ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഇപ്പം ഇവിടുത്തെ ഡിസ്പ്ലേ എനിക്ക് ആക്സ് ചെയ്യാൻ പറ്റും, ബ്രാൻഡും ഇയറും പ്രിന്റ് ചെയ്യുന്ന ഡിസ്പ്ലേ ഇവിടെ ആക്സ് ആവുന്നുണ്ട്. ഇൻ കേസ് ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്ലാസ്സിനകത്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും, ചില ഫംഗ്ഷൻസിനെയോ വേരിയബിൾസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ പർട്ടിക്കുലർലി എന്ത് യൂസ് ചെയ്യാറുണ്ട്, ആക്സസ് മോഡിഫയേഴ്സ് എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ജാവയൊക്കെ പഠിച്ചവർക്കറിയാം, അല്ലെ CPP-ക്കകത്ത് ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ്. ഇപ്പം 3 കൈൻഡ് ഓഫ് കീവേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ആക്സസ് മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് വേരിയബിൾസിനെ, ഫംഗ്ഷൻസിനെ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ വേറെ ഒരാൾ ആക്സസ് ചെയ്യരുത്, ആ ക്ലാസ്സിനകത്ത് മാത്രം ആക്സസ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ആക്കിയാൽ മതി. പ്രൈവറ്റ് ആയ ആ ക്ലാസ്സിനകത്തേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പാക്കേജിനകത്ത് കംപ്ലീറ്റ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പബ്ലിക് ആണെങ്കിൽ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും, ക്ലാസ്സിന് പുറത്തോ അകത്തോ. അപ്പൊ ഇതിനെ ഞാൻ പ്രൈവറ്റ് ആക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണം, ഡബിൾ അണ്ടർസ്കോർ യൂസ് ചെയ്യണം. ഇനി നമ്മൾ ഇത് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം C___ ഡിസ്പ്ലേ എന്നല്ലേ ആ ഫംഗ്ഷൻ, നമ്മൾ ജസ്റ്റ് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എറർ വരും, ഒബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് ഡിസ്പ്ലേ. കാരണം ഇവിടുന്ന് ചൈൽഡ് ക്ലാസ്സിൽ നിന്ന് ഈ ഒബ്ജക്റ്റിനകത്ത് ഇങ്ങനൊരു ഡിസ്പ്ലേ എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് അതിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ എറർ വരുന്നത്. ഇപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്പ്ലേ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ ക്ലാസ്സിൽ നിന്ന് അത് പ്രിന്റ് ആവും, ബ്രാൻഡും ഇയറും പ്രിന്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രൈവറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് കണക്ക് പ്രൈവറ്റ് ആയിട്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ആ ക്ലാസ്സിനുള്ളിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ, ക്ലാസ്സിന് പുറത്ത് പറ്റത്തില്ല. ഇപ്പം ബ്രാൻഡ് വേരിയബിൾ പ്രൈവറ്റ് ആക്കണമെങ്കിലോ ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എക്സ്റ്റേണലി നമുക്ക് ആ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് പ്രൈവറ്റ് ആക്കുന്നത്. ഇനി ഇൻ കേസ് ഇത് പ്രൊട്ടക്റ്റഡ് ആക്കണമെങ്കിലോ ജസ്റ്റ് ഒരു സിമ്പിൾ അണ്ടർസ്കോർ യൂസ് ചെയ്താൽ മതി. അപ്പം ഇത് പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് മെത്തേഡിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് പ്രൈവറ്റ് മെത്തേഡ്, അപ്പോൾ പ്രൈവറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ അണ്ടർസ്കോർ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇവിടുത്തെ ഡിസ്പ്ലേ കാർ എന്നുള്ള പ്രൊട്ടക്റ്റഡ് ആക്കാന്നിരിക്കട്ടെ. പ്രൊട്ടക്റ്റഡ് ആക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി, ഒരു സിംഗിൾ അണ്ടർസ്കോർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ പ്രൊട്ടക്റ്റഡ് മെത്തേഡ് ആവും. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ കാർ എന്നുള്ള സിംഗിൾ അണ്ടർസ്കോർ നമുക്ക് ജസ്റ്റ് റൺ ചെയ്യാം, അത് ആക്സസബിൾ ആണ്. പ്രൈവറ്റ് മെത്തേഡ്സ് മാത്രമേ ഉള്ള ആക്സസബിൾ അല്ലാത്ത, കാരണം ഈ സെയിം മൊഡ്യൂളിൽ തന്നെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് മെത്തേഡ് ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ സബ് ക്ലാസ്സിനകത്ത് അത് ആക്സസബിൾ ആയിരിക്കും, പബ്ലിക്കും ആക്സസബിൾ ആയിരിക്കും. പബ്ലിക് മെത്തേഡിനൊന്നും വേണ്ട, ജസ്റ്റ് ആ ഫംഗ്ഷൻ എല്ലാ ഫംഗ്ഷൻ മെത്തേഡ്സിനെയും പബ്ലിക് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. പ്രൈവറ്റോ പ്രൊട്ടക്റ്റഡോ ആകണമെങ്കിൽ നിങ്ങൾ ഈ അണ്ടർസ്കോർ യൂസ് ചെയ്യുക. അപ്പോൾ സിംഗിൾ അണ്ടർസ്കോർ ആണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആവും, ഡബിൾ അണ്ടർസ്കോർ ആണെങ്കിൽ പ്രൈവറ്റ് ആവും. ഇതാണ് ആക്സസ് മോഡിഫിക്കേഷൻ അല്ലെ ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആക്സസ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതിനകത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ജസ്റ്റ് സിംപ്ലി ഇതെല്ലാം റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് നമ്മളിപ്പോൾ നേരത്തെ ഒരു എറർ വന്ന മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിനകത്ത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനകത്ത് ഞാൻ ക്ലാസ് A ഡിക്ലെയർ ചെയ്യുന്നു, പാസ് ചെയ്യുന്നു, ക്ലാസ് B ഡിക്ലെയർ ചെയ്യുന്നു, ജസ്റ്റ് എങ്ങനെ അച്ചീവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ക്ലാസ് C എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് Aയും ക്ലാസ് Bയെ അത് അക്വയർ ചെയ്യണം, പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യും, പാസ് ചെയ്യുക. സിംപ്ലി ഞാൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ക്ലാസ്. എന്നിട്ട് സിക്ക് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കട്ടെ, COBJ = C ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ട്, നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം അത് COBJ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇത് മെമ്മറി ലൊക്കേഷനാണ്, ഈ ഒബ്ജക്റ്റ് ഇന്ന മെമ്മറി ലൊക്കേഷനിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതെന്ന് പറയുന്നത്. എന്ത് കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ പഠിച്ച് മൾട്ടി ലെവൽ പഠിച്ച് ഞാൻ ഹയറാർക്കിക്കൽ ഒരെണ്ണം കാണിച്ചു തന്നു നിങ്ങൾക്ക്, സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഹെറിറ്റൻസിനകത്ത് നമുക്ക് കവർ ചെയ്യേണ്ടത്. ആക്സസ് മോഡിഫയേഴ്സ് പറഞ്ഞു തന്നു ഞാൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് നമ്മൾ തിരിച്ചു പോട്ടെ. ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പം ഞാനിവിടെ ആക്സസ് ചെയ്തിരിക്കുന്നത് തിരിച്ച് നമ്മുടെ പഴയ ക്ലാസ് കാർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ, ഇത് ഇൻഹെറിറ്റ് ചെയ്താൽ ഈ കാറിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സൂപ്പർ എന്നൊരു കീവേഡ്, സൂപ്പർ എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സൂപ്പർ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സൂപ്പർ ഫംഗ്ഷൻ
അതിൻ്റെ പേരൻറ്റ് ക്ലാസ്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സൂപ്പർ ഫംഗ്ഷൻ്റെ കൂടെ സെൽഫിൻ്റെ ആവശ്യമില്ല, സെൽഫ് എലോങ് വിത്ത് ആയിട്ട് സെൻഡ് ചെയ്യും. ജസ്റ്റ് ഇത് റൺ ചെയ്ത് നോക്കാം, മെത്തേഡ്സ് വർക്ക് ആവണം. ഡിസ്പ്ലേ കാർ എന്നൊരു പ്രോപ്പർട്ടീസ് ഇല്ല, കാരണം അത് പ്രൊട്ടക്റ്റഡ് മെത്തേഡാണ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, റൺ. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നേരത്തെ നമ്മൾ ആ പെർട്ടിക്കുലർ ക്ലാസ് കാർ എന്നുള്ള ക്ലാസ്സിന് പകരം എന്ത് യൂസ് ചെയ്താൽ മതി, സൂപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇതാണ് സൂപ്പർ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം സൂപ്പർ ഫംഗ്ഷൻ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്, എങ്ങനെ ബേസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു പേരന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ഡിറൈവ്ഡ് ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇനിറ്റ് ഫംഗ്ഷൻ. ഇനിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൈൽഡ് ക്ലാസ്സിൽ ഒരു ഇനിറ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേരന്റിന്റെ ഓവർ റൈഡ് ചെയ്യും. അപ്പം നിങ്ങൾ പേരന്റിന്റെ സ്പെസിഫൈ ചെയ്യണം ഇനിറ്റ്. അതേപോലെ തന്നെ സൂപ്പർ ഫംഗ്ഷന്റെ പ്രത്യേകത, എങ്ങനെ പ്രൈവറ്റ് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യാം, പബ്ലിക് പ്രൊട്ടക്റ്റഡ് മെത്തേഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പ്രോപ്പർട്ടീസ്, പുതിയ പ്രോപ്പർട്ടീസ് ചൈൽഡ് ക്ലാസ്സിന് ആഡ് ചെയ്യുന്നത്, മെത്തേഡ്സ് ആഡ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക, ഞാൻ റെസൊല്യൂഷൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഞാൻ ഇനിയും വീഡിയോസ് ഇടും. കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.